ഒടുക്കം മൂടിവെക്കപ്പെട്ട ക്രൂരത പുറത്തു വന്നു. ഇതൊരു തുടർക്കഥയാവാതിരിക്കട്ടെ. ലോകമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ലഭിക്കാതെ പോകുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നൈജീരിയയിൽ സംഭവിച്ചത്. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയയിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കൊല പുറം ലോകമറിയുന്നത് ഒരു മാസത്തിന് ശേഷം. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ദി ചർച്ച് ഇൻ നീഡിനെ ഉദ്ധരിച്ച് പ്രമുഖ കത്തോലിക്ക മാധ്യമമായ അലീത്തിയെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വിഷയം പുറം ലോകം അറിയുന്നതിന് വന്ന ഈ കാലതാമസം. ബെന്യൂ സ്റ്റേറ്റിലെ ഗുബോക്കോ രൂപതയിലാണ് ക്രിസ്മസ് ദിനത്തിൽ ആക്രമണമുണ്ടായത്. അജ്ഞാതരായ ഒരു സംഘം അക്രമികൾ അൻവാസെ പട്ടണത്തിൽ കടന്നു കയറുകയും റെയ്ഡ് നടത്തി പ്രാദേശിക ഇടവകയിലെ 47 ക്രൈസ്തവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. കടുത്ത ആക്രമണത്തിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ജീവൻ നഷ്ടമായെന്ന് ACN റിപ്പോർട്ട് ചെയ്യുന്നു. സെന്റ് മേരീസ് ഇടവക പള്ളി, ക്ലിനിക്, സ്കൂൾ കെട്ടിടങ്ങൾ, ഇടവക ഭവനം എന്നിവയുൾപ്പെടെ 8 കെട്ടിടങ്ങളാണ് ആക്രമണങ്ങളിൽ കത്തി നശിച്ചതെന്ന് കാരിത്താസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഏഷ്യ ടെർ പറഞ്ഞു. ഏത് ഗ്രൂപ്പാണ് ആക്രമണത്തിന് ഉത്തരവാദികളെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ലെങ്കിലും ഫുലാനി ഹെഡ്മാനാണെന്നാണ് ലഭ്യമായ സൂചന. വടക്ക് മുസ്ലിം ഭൂരിപക്ഷവും തെക്ക് ക്രൈസ്തവ ഭൂരിപക്ഷവുമായ നൈജീരിയയുടെ മധ്യഭാഗത്താണ് ബെന്യൂ എന്ന ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഗുബോക്കോ രൂപതയിൽ ഈ അടുത്തിടെയാണ് ഇത്രയും വലിയൊരു ആക്രമണം അരങ്ങേറുന്നത്. രൂപതയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ ആക്രമണത്തിന് മുൻപ്, അതായത് ക്രിസ്മസ് ആക്രമണത്തിന് മുൻപ് 2024 100 കൊലപാതകങ്ങൾ പോലും ഇവിടെ നടന്നിട്ടില്ല. മുഴുവൻ കണക്കാണ് പറയുന്നത്. ക്രിസ്തുമസിന് ഇങ്ങനെ ഒരു ആക്രമണമോ കൂട്ടത്തോടെ അനേകരുടെ ജീവൻ പൊലിയുമെന്നോ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. 47 മനുഷ്യജീവനുകളാണ് അന്ന് കൂട്ടത്തോടെ പിടഞ്ഞില്ലാതായത്. 2024 തന്നെ നൈജീരിയയിൽ 7000ഓളം ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടിരുന്നു. അടുത്തിടെ ഓപ്പൺ ഡോഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഏറ്റവും പീഡനങ്ങൾ അരങ്ങേറുന്ന ആഗോള രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് നൈജീരിയ.